എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 154/24. ക്വസ്റ്റ്യൻ ഇതിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? തിരുവിതാംകൂറിലെ ദളവ, അതുപോലെ കുണ്ടറ വിളംബരം. ആൻസർ എന്ത്? ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം. തിരുവിതാംകൂറിലെ ദളവ, കുണ്ടറ വിളംബരം. 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. രണ്ടാമത്തെ, 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. രണ്ടാമത്തെ INA, ഓപ്ഷൻ ബി 2. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സൺ യാറ്റ് സൺ, കുമിങ്താങ്, അതുപോലെ രണ്ടാമത്തെ മാവോ സേതുങ്, ലോങ് മാർച്ച്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1, 2. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. രണ്ടാമത്തെ അഷ്ടാംഗമാർഗം, പിന്നെ 4 മഹത് സത്യം. ആൻസർ എന്ത്? ഓപ്ഷൻ എ 2ഉം 3ഉം. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? സി അച്യുതമേനോൻ. ഓപ്ഷൻ സി അച്യുതമേനോൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എ. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യന്യൂനമർദ്ദ മേഖല. ബി. സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ഡി, രണ്ട് പ്രസ്താവനകളും ശരി. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വാഴക്കുളം. ഓപ്ഷൻ എ വാഴക്കുളം. കാൽസ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യക്കുറവുമാണ് വേനൽക്കാലത്ത് വിള്ളലുണ്ടാകുന്നു. പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനം. കറുത്ത മണ്ണ്. ഓപ്ഷൻ സി കറുത്ത മണ്ണ്. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. ഓപ്ഷൻ ബി മണിപ്പൂർ. ഉത്തര മഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഉത്തര മഹാസമതലത്തിനും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. പശ്ചിമ അസ്വസ്ഥത. ഓപ്ഷൻ എ പശ്ചിമ അസ്വസ്ഥത. ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക? ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക? സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഓപ്ഷൻ സി സ്പെക്ട്രൽ സിഗ്നേച്ചർ. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? ADP ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, AIM അടൽ ഇന്നൊവേഷൻ മിഷൻ, SDG ഇന്ത്യ ഇൻഡെക്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. എല്ലാം അനുയോജ്യമാണ്. അപ്പൊ ആൻസർ എന്ത്? ഓപ്ഷൻ സി ആണ്. എല്ലാം അനുയോജ്യമാണ്.
ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ചേരുംപടി ചേർക്കുക. സാമ്പത്തിക നയവും വിവരണം. ചേരുംപടി ചേർക്കുക. ഉദാരവൽക്കരണം. ബിസിനസ് രംഗത്ത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. സ്വകാര്യവൽക്കരണം. ഗവൺമെന്റ് ഉടമസ്ഥയുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ആഗോളവൽക്കരണം. വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. ആൻസർ എന്ത്? ഓപ്ഷൻ ബി ആണ്. A2, B3, C1. ചേരുംപടി ചേർക്കുക. വിവിധ തരം തൊഴിലില്ലായ്മ വിവരണം. പ്രകടമായ തൊഴിലില്ലായ്മ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ. ഘടനാപരമായ തൊഴിലില്ലായ്മ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. കാലികമായ തൊഴിലില്ലായ്മ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുക. പ്രച്ഛന്ന തൊഴിലില്ലായ്മ വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. A3, B4, C1, D2. ചേരുംപടി ചേർക്കുക. പദ്ധതികൾ പ്രത്യേകതകൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന. ഒൻപതാം പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പൊ ആൻസർ വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹൽനോബിസ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന. ഒൻപതാം പദ്ധതി സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച. 11ാം പദ്ധതി ആണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. A2, B3, C1, D4, E5. ഒരു ബജറ്റിലെ മൊത്തം ചിലവിൽ നിന്നും മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങാൻ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇത് ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? 5.1%. അടുത്ത ക്വസ്റ്റ്യൻ. യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏത്? യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏത്? സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിനു പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിനു പകരം ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? അശോക് മേത്ത കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. 52ാം ഭേദഗതി. ഓപ്ഷൻ ഡി. കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി വിദ്യാഭ്യാസം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അയിത്ത നിർമാർജനം. ഓപ്ഷൻ എ അയിത്ത നിർമാർജനം. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബിൽ ആയിരുന്നു? ബിൽ നമ്പർ 173/2023. ഓപ്ഷൻ സി. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച
PARI പൂർണ്ണരൂപം. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി. സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന ഏത്? ഒന്നാമത്തെ, ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 1 and 2. ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, ലോക് അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ്. 2, ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. 3, താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ആൾ ഓഫ് ദി എബവ്. 1, 2 and 3. ഓപ്ഷൻ സി. കല്യൻ പൊക്കുടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കല്യൻ പൊക്കുടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ, പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതുപോലെ പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓൺലി 1 and 2. ഓൺലി 1 and 2. തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ, വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൺലി 1 and 3. വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ, കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ്. പിന്നെ മൂന്നാമത്തെ, കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതി ദേവിയാണ്. ആൻസർ ഓപ്ഷൻ സി, ഓൺലി 1 and 3. കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇത് മൂന്നും ഇപ്പോൾ തെറ്റാണ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. കേരള ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ്. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. അപ്പോൾ ഇത് മൂന്നും തെറ്റാണ്. ഇതിന് ആൻസർ ഇല്ല. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെന്റാണ്. ഹേമ കമ്മിറ്റിയിൽ 3 അംഗമാണുള്ളത്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സകുമാരി ഒരംഗമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആൾ ഓഫ് ദി എബവ്. 1, 2 and 3. താഴെ കൊടുത്തിരിക്കുന്ന ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? മലേറിയ. ഓപ്ഷൻ ഡി, മലേറിയ. ഭൂമിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ഭൂമിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകൾ. ഓപ്ഷൻ ബി, ആമസോൺ മഴക്കാടുകൾ. മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി. മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ക്യൂലെക്സ് കൊതുക്. ഓപ്ഷൻ എ, ക്യൂലെക്സ് കൊതുക്. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. സ്നേഹപൂർവം. ഓപ്ഷൻ ഡി, സ്നേഹപൂർവം. മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം. മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഡി. ഓപ്ഷൻ സി, ജീവകം ഡി. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം കരള്. ഓപ്ഷൻ ഡി, കരള്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? വാസോപ്രസിൻ. ഓപ്ഷൻ ബി, വാസോപ്രസിൻ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം. തിമിരം. ഓപ്ഷൻ എ, തിമിരം. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ, ഘർഷണം ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്നില്ല. ഓപ്ഷൻ എ.
ഒന്ന് മാത്രം. ഘർഷണം, ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല. ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ് TC എന്നും കെൽവിൻ സ്കെയിലിൽ TK എന്നും ഫാരൻഹീറ്റ് സ്കെയിൽ TF എന്നും രേഖപ്പെടുത്തിയ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ, TKക്ക് ഒരു നെഗറ്റീവ് മൂല്യം ഇല്ല. ഒരു യൂണിയൻ ഫാരൻഹീറ്റ് ഒരു യൂണിയൻ ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2 എന്നിവ. താഴെ പറയുന്നതിൽ വികർഷണം ഇല്ലാത്ത ബലമേത്? താഴെ പറഞ്ഞ വികർഷണം ഇല്ലാത്ത ബലമേത്? ഗുരുത്വാകർഷണ ബലം. ഓപ്ഷൻ ഡി ഗുരുത്വാകർഷണ ബലം. താഴെ പറയുന്നതിൽ ISROയുടെ കേന്ദ്രം അല്ലാത്തത്? താഴെ പറഞ്ഞതിൽ ISROയുടെ കേന്ദ്രം അല്ലാത്തത് NPL. ഓപ്ഷൻ ഡി NPL. 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ അറ്റോസെക്കൻഡ് പൾസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ്. അറ്റോസെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തിന് സഹായിക്കുന്നു? ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന്. ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിന്റെ നിറം എന്താണ്? ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിന്റെ നിറം എന്താണ്? പർപ്പിൾ. ഓപ്ഷൻ സി പർപ്പിൾ. pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണ്? pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണ്? പച്ച. ഒരു മൂലകത്തിന് W ആറ്റമിക ഭാരവും N ആറ്റമിക സംഖ്യയും ഉണ്ട്. എന്നാൽ അതിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? N. ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്തു പേരിൽ അറിയപ്പെടുന്നു? ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്തു പേരിൽ അറിയപ്പെടുന്നു? അമാൽഗം. ഭക്ഷണ ക്യാനുകൾ സിങ്കിനു പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഭക്ഷണ ക്യാനുകൾ സിങ്കിനു പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ്. ഓപ്ഷൻ സി. മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഈ കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് ആരാണ്? മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഈ കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് ആരാണ്? OV വിജയൻ. ഓപ്ഷൻ ബി OV വിജയൻ. പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി? ഓപ്ഷൻ എ എഴുത്തച്ഛൻ. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ്? ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ. ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ യുഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ആരുടേതാണ് ഈ വരികൾ? വൈലോപ്പിള്ളി. ഓപ്ഷൻ ഡി വൈലോപ്പിള്ളി. 2023 വയലാർ അവാർഡ് നേടിയതാരാണ്? 2023 വയലാർ അവാർഡ് നേടിയതാരാണ്? ശ്രീകുമാരൻ തമ്പി. ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പി. താഴെ പറഞ്ഞതിൽ കേരളീയ കലാരൂപം ഏത്? താഴെ പറഞ്ഞതിൽ കേരളീയ കലാരൂപം ഏത്? മോഹിനിയാട്ടം. ഓപ്ഷൻ എ മോഹിനിയാട്ടം. ഭാരതത്തിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂര്. ഓപ്ഷൻ ബി തൃശ്ശൂര്. വെബ് ഡിസൈനിങ്ങളിൽ HTML ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം. വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം CSS. ഓപ്ഷൻ എ CSS. ഓപ്ഷൻ എ. ഒരു പൊതുലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര്. ഒരു പൊതുലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര്. ഗ്രിഡ്. ഓപ്ഷൻ സി ഗ്രിഡ്. വിവരസാങ്കേതിക വിദ്യാ നിയമത്തിൽ 66F അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണയിക്കുന്നത്. ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ഏതാണ്? ബ്ലിങ്ക് എക്സ്. ഓപ്ഷൻ സി. നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ. സ്ത്രീകൾക്ക്
കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ്. ഇത് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിലാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരി. 1ഉം 3ഉം ശരി. താഴെ പറഞ്ഞവയിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതെല്ലാം? താഴെ പറഞ്ഞവയിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, പിന്നെ മൂന്നാമത്തെ പരിഹാരം തേടാനുള്ള അവകാശം. പ്രസ്താവന 1ഉം 3ഉം ശരിയാണ്. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്ര? ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്ര? 48 മണിക്കൂർ. ഓപ്ഷൻ ബി 48 മണിക്കൂർ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര്? ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര്? കിഷോർ മക്വാന. ഓപ്ഷൻ എ. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏത്? കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏത്? 2019. ഓപ്ഷൻ ബി. 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏത്? 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏത്? ഡോക്ടർ മോഹിനി ഗിരി കമ്മിറ്റി. ഓപ്ഷൻ ഡി. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആര്? ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആര്? മജിസ്ട്രേറ്റ്. ഓപ്ഷൻ എ മജിസ്ട്രേറ്റ്. ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ച് 10 കൂട്ടിയപ്പോൾ 130 കിട്ടി. സംഖ്യ ഏതാണ്? 30. 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് തോമസ് 15,000 രൂപ കടമെടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ തിരിച്ചടച്ചു. ബാക്കി എത്ര രൂപ അടയ്ക്കണം? 8,150. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 5:4 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ പരപ്പളവ് 320 ചതുരശ്ര മീറ്റർ. എന്നാൽ വീതി എത്ര? 16. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഒരു സമചതുര സ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണത്തിന്റെ പാദത്തിന്റെ വശങ്ങൾക്ക് 10 സെന്റിമീറ്റർ നീളമുണ്ട്. സ്തംഭത്തിന് 20 സെന്റിമീറ്റർ ഉയരമുണ്ട്. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എത്ര? 500 പൈ സെന്റിമീറ്റർ സ്ക്വയർ. താഴെ പറഞ്ഞതിൽ സമാന്തര ശ്രേണി ഏത്? താഴെ പറഞ്ഞതിൽ സമാന്തര ശ്രേണി ഏത്? ഒറ്റസംഖ്യയുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. 5/16 ദശാംശ രൂപം എന്ത്? 0.3125. 6 പൈപ്പുകൾ ഉപയോഗിച്ച് ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 1 മണിക്കൂർ 20 മിനിറ്റ് വേണം. എന്നാൽ 5 പൈപ്പുകൾ ഉപയോഗിച്ച് നിറയ്ക്കുന്നതെങ്കിൽ എത്ര സമയം വേണം? 96. ഒരു ക്ലോക്കിലെ സമയം 7:30 ആണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? 45. ഏത് നമ്പറിന്റെ 35% 21? 60. Use an appropriate article. After a long inquiry, they bought dash A from Chennai. Option B. A. Complete the given sentence using suitable preposition. The proposal had significant drawbacks, so she was angry. Dash my decision to accept it. At. Which of the following is correctly spelt? Which of the following is correctly spelt? Option C. Lapidary. Find one word for a public place of walk. A public place for walking. Option A. Promenade. She said to him, "Stay here until your turn comes. Report the given sentence." Option C. She requested him to stay there until his turn came. Which of the following words is the antonym of the word defense? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സബ്മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഐഡന്റിഫൈ ദ അണ്ടർലൈൻ വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. എ ലോങ് നൈറ്റ് ഓഫ് ട്രാവലിംഗ് ലെഫ്റ്റ് വിത്ത് മൈ ബ്ലഡ്ഷുഡ് ഐസ്. ഓപ്ഷൻ എ. അഡ്ജക്റ്റീവ്. ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്.
Few people seems to understand these new regulations. Dash question mark. Option C. Do they? Complete the given sentence using a suitable phrasal verb. Everyone expected him to dash within a week and start succeeding. Option A. Come around. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിന് സമാനമായ മലയാള പഴഞ്ചൊല്ല് ഏത്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. രണ്ടു കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. മാങ്ങക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം ഏത്? മാങ്ങയാൽ കറി. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി ഏത്? മാനി മാനൻ. ലാഭേച്ഛയോടെയുള്ള വിലപേശൽ ഈ അർത്ഥം വരുന്ന ശൈലി ഏത്? കുതിരക്കച്ചവടം. കാട എന്ന അർത്ഥം വരാത്ത പദം ഏത്? കന്ധരം. താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏത്? പ്രയാസം ആയാസം. താഴെ തന്നിരിക്കുന്ന ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. യാദൃശ്യം. ഓപ്ഷൻ സി. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. നമ്മ പ്ലസ് എ. ഓപ്ഷൻ ഡി. താങ്ക് യു.